കേസ് ഞാനും രേണുകയും കൂടി നമ്മൾ അമ്മു ചേച്ചീൻ്റെ ഹൗസ് വാമിങ്ങിന് വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ആദ്യം ഞങ്ങൾ ഗിഫ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് കയറിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഏകദേശം ഞങ്ങളൊന്ന് സെലക്ട് ആക്കിയിട്ടുണ്ട്. ഓരോട് പൊതിഞ്ഞ് ചോദിച്ചപ്പോൾ ഒരു പൊതിഞ്ഞ് തരാമെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനും രേണുകയും കൂടി ഇവിടെ വെയിറ്റ് ചെയ്യാൻ കേട്ടോ. അതിൻ്റെ ഇടയിൽ ഇതാ അവിടെ കുറേ ക്യൂട്ടായിട്ടുള്ള ഗ്ലാസ്സുകളൊക്കെ കണ്ടപ്പോൾ ഞാൻ കണ്ണനെ ഋതുവിനെ ഒരു നിമിഷം നോക്കി. കാരണം അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ചെറിയ ചെറിയ ഗ്ലാസ്സുകൾ. രേണുക അവിടെ അന്തം വിട്ട് നോക്കിയിട്ടുണ്ട് കേട്ടോ ചേച്ചി പൊതിയുന്നത്. അങ്ങനെ ഇതാ ഞാനും അടുത്തത് അന്തം വിട്ട് നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ പൊതിഞ്ഞ് സംഭവം സെറ്റാക്കിയിട്ട് നമ്മളെ കയ്യിൽ തന്നു. ഇനി നമ്മൾ നേരെ പോണത് ബസ് സ്റ്റാൻഡിലേക്കാണ്. ഈ കാണുന്ന ബസ്സിലാണ് നമ്മൾ പോണത്. പക്ഷെ ഇത് കുറച്ച് കഴിഞ്ഞ് എടുക്കുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം വായി നോക്കി പുറത്തിരുന്നു. പിന്നെ ഇതാ നമ്മൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. അവിടെ നിന്ന് കുറച്ച് ഓട്ടോയ്ക്ക് പോകണം. അപ്പം ഞാനും രേണുകയും കൂടി ഓട്ടോ വിളിച്ച് നേരെ അമ്മു ചേച്ചീൻ്റെ വീട്ടിലെത്തി. പിന്നെ അവിടെ എത്തിയപ്പോൾ നമുക്ക് നമ്മൾ അമ്പിളി ചേച്ചീനെ കിട്ടിയിട്ടുണ്ട്. ഇത് അമ്പിളി ചേച്ചീൻ്റെ ഫ്രണ്ടാണ് കേട്ടോ, ഗീതു ചേച്ചി. ഞങ്ങളവിടെ എത്തിയപ്പോൾ ചിങ്കുവേട്ടൻ ഭയങ്കര തിരക്കിലായിരുന്നു. അങ്ങനെ നമ്മളും കൊടുത്തു നമ്മളെ ഗിഫ്റ്റ്. പിന്നെ മേലേക്ക് കയറി ജസ്റ്റ് ഈ ലൈറ്റ് കാണാൻ നല്ല ഭംഗിയില്ലേ. പിന്നെ ഇതാ വെറുതെ ഒന്ന് ഓരോ സ്റ്റുഡിയോയ്ക്ക് ഒന്ന് എത്തി നോക്കി. പിന്നെ അപ്പയ്ക്ക് നമ്മൾ അമ്മ ചേച്ചി ഒരുങ്ങി സുന്ദരമായിട്ട് വന്നിട്ടുണ്ട്. ഞങ്ങൾ വന്നപ്പോൾ ഭയങ്കര ഒരുക്കിയിരുന്നു. പിന്നെ കണ്ണാടി കണ്ടാൽ ഞാനും രേണുകയും വെറുതെ വിടൂല, അതുള്ള ഏറ്റെത്തന്നെ കണ്ണാടി. പിന്നെ കിച്ചൺ അതെനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ആദ്യം കിച്ചണിലേക്കാണ് ഓടിയത് കേട്ടോ, കുറച്ച് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ പുറത്ത് പോയിട്ട് വെൽക്കം ഡ്രിങ്കും കുടിച്ചു. അപ്പോൾ ഇതാ നമ്മളെ SK കൽപ്പച്ചേനെയും സുജിനേട്ടനെയും അങ്ങനെ കുറേ യൂട്യൂബേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ കുറച്ച് നേരം ഞങ്ങൾ പിന്നെയും പുറത്ത് അങ്ങനെ ഓരോ കാഴ്ചകളും കണ്ടിരുന്നു കേട്ടോ. അപ്പോഴേക്കും നമ്മളെ ഫുഡൊക്കെ വിളമ്പാനായിട്ട് ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. അടുത്ത നമ്മളെ മെയിൻ പരിപാടി അതാണല്ലോ. നല്ല അടിപൊളി ബിരിയാണിയൊക്കെ ഉണ്ടായിരുന്നു. ഞാനും അമ്പിളി ചേച്ചി, രേണുകയും ഗീതു ചേച്ചി എല്ലാവരും ഒരുമിച്ചായിരുന്നത്. അതിൻ്റെ ഇടയ്ക്ക് അമ്മു ചേച്ചിക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അമ്പിളേച്ചിന് കയ്യിൽ നിന്ന് ഒരു ഉരുളയൊക്കെ വാങ്ങി തിന്നുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇതാ ഞങ്ങൾ ഇത് കാലിയാക്കി. അടുത്ത നമ്മളെ മെയിൻ പരിപാടി ഐസ്ക്രീം. പിന്നെ ഞങ്ങൾ ക്ഷീണം മാറ്റാൻ വേണ്ടി റൂമിൽ കയറിയപ്പോൾ ഇതാ പിന്നെയും കണ്ണാടി. അപ്പോഴേക്ക് ഇതാ നമ്മളെ ദിയ ഫവാസൊക്കെ റൂമിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഇത് ഇതാ ഗിഫ്റ്റ് കിട്ടിയ പുതിയ അതിഥിയാണ് കേട്ടോ. ഓനെ കുറച്ചു നേരം വെറുപ്പിച്ചപ്പോൾ ഒരു ചെറിയ സമാധാനം. പിന്നെയും കുറച്ചു നേരം റൂമിലിരുന്ന് എല്ലാവരായിട്ട് സംസാരിച്ച് ഇങ്ങനെ കുറച്ചു നേരം അവിടെ ഇരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ദാ ഐസും വണ്ടിക്കാരൻ. അപ്പം അമ്പിളേച്ചിൻ്റെ വക ഞങ്ങൾക്ക് എല്ലാവർക്കും കോലൈസ് വാങ്ങി തന്നു. അല്ല പിന്നെ എന്താലേ ചൂട് പൊരിഞ്ഞ് നടക്കുന്നു കേട്ടോ. ഞങ്ങൾ രേണു കണ്ടില്ലേ മേക്കപ്പൊക്കെ ഒലിച്ചു പോയതിൻ്റെ സങ്കടം. പിന്നെ അതാ നമ്മൾ തനിക്കുട്ടീനെ കണ്ടപ്പോൾ ഓളോട് കുറച്ചു നേരം വർത്താനൊക്കെ പറഞ്ഞു നിന്നു. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഒരു ഓട്ടവും വിളിച്ച് വീട്ടിലേക്ക് വിടുകയാണ് കേട്ടോ. കണ്ണനെ ഋതുവിനെ കൊണ്ടുവരാത്തതുകൊണ്ട് ഞങ്ങൾക്ക് ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു. അമ്മേൻ്റെ കയ്യിലാക്കിയത്. അപ്പോൾ അത്രേ ഉള്ളൂ. ടാറ്റാ.